പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ 100 ഗ്രാം വീതം വാൾനട്ടും ബദാമും പിസ്തയും ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. വേറെ 2-3 ചേരുവയും കൂടെ ഉണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇനി ഇതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ബദാം കുറച്ച് കൂടുതൽ സമയം കുതിർത്ത് വെക്കണം, അതിൻ്റെ തോല് കളയാനുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. കാരണം ഈ മുന്തിരിയിലൊക്കെ നല്ല അഴുക്കുണ്ടാവും. അതേപോലെ വാൾനട്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു കയ്പ്പ് ഉണ്ടാവില്ലേ, അത് ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് ഇത്തിരി നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കഴുകാം. പക്ഷേ ബദാം മാത്രം നമുക്ക് കുറച്ച് സമയം വെള്ളത്തിലിരിക്കട്ടെ. നമുക്ക് കഴുകി വെച്ചതിനൊക്കെ ഒരു ടിഷ്യൂവിൽ വിരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ടിഷ്യൂ ഉണ്ടല്ലോ, ബേക്കോ, അതിങ്ങനെ ബാംബൂ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓർഗാനിക്കാണ്, നല്ലതാണ് ടിഷ്യൂ. നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ. അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ, നല്ലതാണ്. കുറേ പ്രാവശ്യം കഴുകിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിലേക്ക് ഈ നട്ട്സും മുന്തിരിയൊക്കെ നമ്മളതിൽ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ ബദാം കുതിർന്നിട്ടില്ല. അപ്പോൾ ഞാൻ മൈക്രോവേവിലൊന്ന് ചൂടാക്കി നോക്കണം. ഒരു 20 സെക്കൻഡ് 20-30 സെക്കൻഡ് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തോല് അടർന്ന് കിട്ടും. അപ്പോൾ കുതിർത്ത ബദാമിന് ഗുണങ്ങൾ കൂടും കേട്ടോ. അപ്പോൾ അത് വൈറ്റമിൻ ഇൻ്റെ കലവറയാണ് ബദാം. നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ എന്താ പറയുക, വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ഒരുപാടുള്ളതാണ്. പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക് എന്ന് പറഞ്ഞ പോലെ അതും ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചേർക്കണ ചേരുവകളിൽ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാം വിശദീകരിച്ച് പറയണമെങ്കിൽ ഈ ഒരു വീഡിയോ തികയില്ല. അപ്പോൾ ഇത് കണ്ടോ, വാൾനട്ടിന് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ഷേപ്പാണല്ലോ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കും പറഞ്ഞ പോലെ എല്ലാം വേണ്ടുന്ന സംഭവങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ആദ്യം ഈ ബദാമും വാൾനട്ടും പിസ്തയും മാത്രം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചോപ്പറിലാണ് ഞാൻ പൊടിക്കുന്നത് കേട്ടോ. അത് തരിതരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിക്സിയിലാണ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിർത്തിയിട്ട് തന്നെ ഒന്ന് ഓടിക്കുക, പൾസ് ചെയ്തെടുത്താൽ മതി. നല്ലോണം പൊടിച്ച് ഫൈൻ പൗഡർ ആക്കണ്ട കേട്ടോ. ഇങ്ങനെ ചെറിയൊരു തരിതരിപ്പ് വേണം, എന്നാലാണ് അത് കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ഒരേപോലെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോപ്പറിലിട്ടത് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് പിന്നെ ചേർക്കുന്നത് പ്രൂൺസും ആപ്രിക്കോട്ടും ആണ് കേട്ടോ. അത് 100 ഗ്രാം വീതമാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ടാവും അതിനൊക്കെ ഭയങ്കര വിലയാണല്ലോ, ഇത്രയും കോസ്റ്റ്ലി സാധനം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ് വിചാരിക്കേണ്ട. കാരണം 100 ഗ്രാമിന് 125 അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ 1 കിലോ ഒക്കെ വാങ്ങിക്കുമ്പോഴാണ് ഒരുപാട് പൈസ ആവുക കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് റേറ്റൊന്നും നോക്കാതെ വാങ്ങിക്കുക. കാരണം ഹോസ്പിറ്റലിൽ പോണതും മരുന്ന് വാങ്ങിക്കണതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുക, ആരോഗ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ കുട്ടികൾക്കും കൊടുക്കുക. ഇപ്പോൾ പ്രൂൺസ് ഞാൻ കഴുകിയില്ല, നല്ലോണം പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഇട്ടു. ആപ്രിക്കോട്ട് നല്ലോണം കഴുകണം കേട്ടോ. കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക, നേരത്തെ ചെയ്ത പോലെ. വെള്ളത്തിൽ കുതിർത്ത് വെക്കൊന്നും വേണ്ട, അതങ്ങനെ കഴുകി തുടച്ചെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അരക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ഹാർഡായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇത് നല്ലോണം അങ്ങോട്ട് അരിയൊന്നുമില്ല കേട്ടോ ആദ്യം, കാരണം ഇതൊക്കെ ഡ്രൈ ആയിട്ടുള്ള സാധനമാണല്ലോ. ഫ്രൂട്ട്സിലും വെള്ളമില്ല, നമ്മൾ കഴുകി തുടക്കുകയും ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഒന്നിങ്ങനെ അടിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചതഞ്ഞ് വരുമല്ലോ. പിന്നെ അതിൽ നമുക്ക് ചേർക്കേണ്ട ഒരു ലിക്വിഡാണ് തേന്. അപ്പോൾ കുറച്ച് ലിക്വിഡ് ആകുമ്പോൾ ഒന്നുകൂടെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതിവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു തേനാട്ടോ, ചെറുതേനില്ലേ, അതാണ്. അതന്നെ വേണമെന്നില്ല, സാധാരണ തേൻ ഒഴിച്ചാൽ മതി. സാധാരണ തേനാകുമ്പോൾ ഒരു 150 ഗ്രാം ഒഴിക്കണം കേട്ടോ, 150 ഗ്രാം ഒഴിക്കണം. ഇതിപ്പോൾ ചെറുതേനായതുകൊണ്ട് ഇതൊരു മരുന്നാണല്ലോ, അപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ ഒഴിച്ചിട്ടില്ല. ഇത് അരയാൻ വേണ്ടി മാത്രം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കൂടാതെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ചെറുനാരങ്ങയാണ്. അത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. കുറച്ച് സമയം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നന്നായി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചേർത്ത ഈ ചേരുവകളെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതൊരു കംപ്ലീറ്റ് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് തന്നെ കണക്കാക്കുക. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാം, വലിയ ആൾക്കാർക്കും കഴിക്കാം, ഓരോ ടീസ്പൂൺ വെച്ചിട്ട്. പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നും വരില്ല. കാരണം നമ്മുടെ ദേഹത്ത് പല ഇതിൻ്റെയും കുറവ് കാരണം കൊണ്ടാണല്ലോ വേഗം അസുഖം വരുന്നത്, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട്.
അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണിത്. അപ്പോൾ കുട്ടികൾ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. വലിയൊരു ബൗളിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് ജാറിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഡെയിലി രാവിലെ 1 ടേബിൾ സ്പൂൺ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. കുട്ടികൾക്കാണെങ്കിൽ 1 ടീസ്പൂൺ കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്കും നല്ലതാണ്. നമ്മൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹണി കുറച്ചൊഴിച്ചാൽ മതി. അല്ലാത്ത ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും അതേപോലെ ദഹന പ്രശ്നങ്ങൾക്കും കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലതാണ്. പ്രൂൺസൊക്കെ പിന്നെ ഓർമ്മശക്തിക്കും എന്ന് വേണ്ട നമ്മുടെ ബോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതിൻ്റെയൊക്കെ ഒരു കലവറയാണിത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ വീഡിയോ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.